നമസ്കാരം. ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ രാശിമാറ്റത്തിനും അതേപോലെ തന്നെ നക്ഷത്ര മാറ്റത്തിനും വളരെയധികം പ്രാധാന്യം നൽകപ്പെടുന്നതാകുന്നു. ഗ്രഹങ്ങൾ നക്ഷത്രങ്ങളിലൂടെ മാറി മാറി സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലനങ്ങൾ ഓരോ നക്ഷത്രക്കാരുടെയും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതുമാണ്. ഓഗസ്റ്റ് 18 പ്രധാനപ്പെട്ട ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നതായ സമയമാകുന്നു. കർമ്മഫലദാതാവും സൂര്യപുത്രനുമായ ശനി പൂരുരുട്ടാതി നക്ഷത്രത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അതിനാൽ തന്നെ പല രാശിക്കാർക്കും ഇത് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. ശനിദേവന്റെ കടാക്ഷത്താൽ തന്നെ ഏതെല്ലാം നക്ഷത്രക്കാർക്ക് ആ സൗഭാഗ്യകരമായ കാര്യങ്ങൾ വന്നു ചേരും എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. പറയുന്നത് പൊതുഫലപ്രകാരമാകുന്നു. അതിനാൽ ജാതകപ്രകാരം നിങ്ങളുടെ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരാവുന്നതുമാണ്. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശിയാകുന്നു. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രമാറ്റം വളരെ അനുകൂലമായ ഫലങ്ങൾ കൊണ്ടുവരുന്നതായ സമയമാകുന്നു. ശനിയുടെ നക്ഷത്രമാറ്റത്താൽ ഇവരുടെ ജീവിതത്തിൽ വരുമാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ലാഭം നിങ്ങൾക്ക് അനുകൂലമായി തീരും. കാരണം വരുമാനം, ലാഭം എന്നിവയുമായി ബന്ധപ്പെട്ട ഭാവത്തിലാണ് നക്ഷത്രമാറ്റം സംഭവിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ ഈ സമയം വരുമാന വർധനവ് നിങ്ങൾക്ക് വന്നു ചേരാം. അപ്രതീക്ഷിതമായ ധനം അത് നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരാം. പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം ലാഭം അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും വ്യവസായവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ ലാഭം അല്പം വർദ്ധിക്കുവാൻ സാധിക്കും, അഥവാ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ഭാഗ്യം പല കാര്യങ്ങളിലും തുണയ്ക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. പുതിയ വരുമാന സ്രോതസ്സുകൾ വന്നു ചേരാം. ലോൺ, ചിട്ടി, അത്തരത്തിൽ നിങ്ങൾ ആവശ്യമായ ധനം ലഭിക്കുന്നതിന് സഹായകരമായ ചില കാര്യങ്ങളും അനുകൂലമായി തീരാം. ഇത്തരത്തിൽ ധനപരമായ കാര്യങ്ങളാണ് കൂടുതലായും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് അല്പം ആശ്വാസം ലഭിച്ചു എന്ന് വരാം. കൂടാതെ ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ പല കാര്യങ്ങളിലും അത് നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം പരമശിവനെയും ശനിദേവനെയും ആരാധിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കും ശനിയുടെ നക്ഷത്രമാറ്റം ഫലപ്രദമായിരിക്കും, ലാഭപ്രദമായിരിക്കും എന്ന കാര്യം ഓർക്കുക. ശനി ഇവരുടെ ഗ്രഹനിലയുടെ കർമ്മഭാവത്തിലാണ് രാശിമാറ്റം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉദ്യോഗവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. പ്രധാനമായും നിങ്ങൾക്ക് ലാഭം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ അല്പം കൂടുതൽ തന്നെയാകുന്നു. നിങ്ങൾക്ക് പലവിധ കഴിവുകളുണ്ട്. എന്നാൽ പലപ്പോഴും അത് പ്രകാശിപ്പിക്കുവാൻ അല്ലെങ്കിൽ അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ ഈ സമയം അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് ശോഭിക്കുവാൻ സാധിക്കുന്ന, മറ്റുള്ളവർക്ക് അത്ഭുതപ്പെടുത്തുവാൻ സാധിക്കുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുവാൻ അല്ലെങ്കിൽ പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. വ്യാപാരികൾക്ക് ക്രയവിക്രയത്തിലൂടെ ലാഭം അല്പം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. മനസ്സിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ആശങ്കകൾ, ആദി ഇവയ്ക്ക് ഒരു പരിധി വരെ പരിഹാരം കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. തൊഴിൽ രഹിതരായ വ്യക്തികളാണ് എങ്കിൽ ഈ സമയം ജോലിക്കായുള്ള ഏറ്റവും ശുഭകരമായ അവസരങ്ങൾ തന്നെ വന്നു ചേരാം. അതിനാൽ ശ്രമങ്ങൾ നടത്തുന്നവരാണ് എങ്കിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും എന്ന കാര്യം ഓർക്കുക. സാമ്പത്തിക സ്ഥിതി അല്പം മെച്ചപ്പെടാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ അനുകൂലമായി തീരാം. അത്തരത്തിൽ ധനം നിങ്ങളിലേക്ക് വന്നു ചേരാം. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്നതായ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. കീഴുദ്യോഗസ്ഥരും അതേപോലെ മേലുദ്യോഗസ്ഥരുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുവാൻ പുലരുവാൻ നിങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും അല്ലാതെയും സന്തോഷകരമായ നിമിഷങ്ങൾ, ശുഭവാർത്തകൾ നിങ്ങളെ തേടി എത്തുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. എന്നാൽ ഈ സമയം ആരെയും കണ്ണടച്ച് വിശ്വസിച്ച്
ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതല്ല എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനിദേവന്റെ ഈ പരിവർത്തനം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ കൊണ്ടുവരും എന്ന കാര്യം ഓർക്കുക. ശനിയുടെ സ്വരാശിയാണ് കുംഭം. ഇവരുടെ ലഗ്ന ഭാവത്തിലാണ് ശനിയുടെ നക്ഷത്രമാറ്റം സംഭവിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ ചില കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി തീരും. ശശ രാജയോഗത്തിന്റെ സൗഭാഗ്യമാണ് നിങ്ങൾക്ക് വന്നു ചേരുക. അതിനാൽ തന്നെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പ്രത്യേകമായി ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. അതിൽ ആദ്യത്തേത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ്. ആത്മവിശ്വാസം വർദ്ധിക്കുകയും പല കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ അല്ലെങ്കിൽ മുന്നോട്ടിറങ്ങുവാനും നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊയ്യുവാനും സാധിച്ചു എന്ന് വരാം. കൂടാതെ വ്യക്തിത്വം കൂടുതൽ ആകർഷകമായി തീരും. മറ്റുള്ളവർക്ക് നിങ്ങളോട് ഒരു താല്പര്യം വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതിനാൽ തന്നെ നിങ്ങൾക്ക് അത് ധനപരമായും തൊഴിൽപരമായും അനുകൂലമായി തീരും എന്ന കാര്യവും ഓർക്കുക. അനുകൂലമായ സമയമാണ് വന്ന് ഭവിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടും അല്പം ലാഭം നിങ്ങൾക്ക് നേടിയെടുക്കുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഭാവിയിൽ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ഇരട്ടി നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ ചിന്തിച്ച് തന്നെ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടത് അനിവാര്യമാണ്. വിവാഹ ജീവിതത്തിൽ അല്പം പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും അതൊരു പരിധിവരെ പരിഹരിക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട സഹകരണം നിങ്ങൾക്ക് അനുകൂലമായി തീരും. അവിവാഹിതരായ വ്യക്തികൾക്ക് അനുകൂലമായ വിവാഹബന്ധം വന്ന് ചേരുവാനുള്ള സാധ്യതകൾ, അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് തൊഴിൽപരമായ നേട്ടങ്ങൾ, തൊഴിൽ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ചില ശുഭവാർത്തകൾ കേൾക്കുവാൻ സാധിച്ചു എന്ന് വരാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ അനുകൂലമാകുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. വ്യാപാരികൾക്കും അല്പം ലാഭം നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം പലരുടെയും പ്രശംസ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. പുതിയ വരുമാന സ്രോതസ്സുകൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. ഇത്തരത്തിൽ പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ശനിയുടെ നക്ഷത്രമാറ്റം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകും എന്ന് തന്നെ പറയാം. ഈ 3 രാശിക്കാർക്കും സമയം അനുകൂലം തന്നെയാകുന്നു. പറയുന്നത് പൊതുഫലപ്രകാരമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ശനിദേവനെ ആരാധിക്കുന്നതും അതേപോലെ തന്നെ പരമശിവനെ ആരാധിക്കുന്നതും ഏറ്റവും വിശേഷമാണ്. കൂടാതെ ഈ സമയം ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതും ഹനുമത് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ്. നേട്ടങ്ങൾ, തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരുന്നതിന് സഹായകരമായി തീരും.